ഒന്ന് നല്ല ഈത്തപ്പഴം വെക്കണം, കുറച്ച് വൃത്തിയുള്ളത്. ഇല്ലെങ്കിൽ ഈത്തപ്പഴം വെക്കണ്ട. അല്ല, അത്ര കഷ്ടത്തിൽ വെച്ചില്ല. അങ്ങനെ ഒരു പഞ്ചസാര വെച്ചോ, അല്ലെങ്കിൽ കൽക്കണ്ടി വെച്ചോ, അല്ലെങ്കിൽ ഉള്ളത് വെച്ചോ, ഇല്ലെങ്കിൽ വെക്കണ്ട. എന്ത് വേണ്ട? ഒരു മോശമുള്ള ഏറ്റവും താണത് നമ്മൾ അങ്ങനെയാണ്. നല്ലോണം ആ കഞ്ചൂസ് ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയാണ്. എല്ലാം ചെയ്യും, അവസാനം ബടക്കാക്കും ചെയ്യും. ആ രൂപത്തിലാകരുത്. നല്ലതാണ്, ബറക്കത്തിന് വേണ്ടി വെക്കുന്ന ശീരണിയാണത്. അത് വളരെ നല്ലത് വെക്കണം, നല്ലത് വെക്കണം. അല്ലാഹുവേ ഖൈറ് നൽകണേ അല്ലാഹ്. പിന്നെ നമ്മള് നല്ല ഹെൽത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയുന്നു, ലൗ അന്ന ശൈഅൻ കാന ഫീ ശിഫാഉ മിനൽ മൗത്ത്, മരിക്കാതെ ഒരാൾ ബാക്കിയാകുന്ന ഒരു മരുന്നുണ്ടാകുമായിരുന്നെങ്കിൽ ലകാന ഫിസ്സലാ, അത് സുന്നാ മക്കയിലാകുമായിരുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ്. സുന്നാ മക്കി അറിയോ? എന്ത് അറിയൂന്ന് ചേട്ടാ, ഇവൻ ഭയം വന്നിട്ട് നോക്കുന്നു. സുന്നാ മക്കി അറിയല്ലേ? അറിയില്ല? പഠിച്ചോനെ, ആർക്കും അറിയില്ല, വയസ്സന്മാർക്കും അറിയില്ല സുന്നാ മക്കി. ലൈവിന്റെ നോക്കുന്നു, ഇത് എന്തിന്റെ അറിയോ? ഇതുവരെ കുടിച്ചിട്ടില്ല. അപ്പൊ ഏതായാലും പറഞ്ഞത് നന്നായി. സുണ്ണാമക്കി പറഞ്ഞാൽ വയറിളക്കുന്ന സാധനം. സുണ്ണാമക്കി അറിയില്ല? ആയുർവേദിക്കിന്റെ കടയിലൊക്കെ പോയാൽ കിട്ടും സുണ്ണാമക്കി എന്നുള്ളത്. അഹ്മദ് ഇമാം തുർമുദിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. മരിക്കാതെ ഒരാൾ ബാക്കിയാകുമായിരുന്നെങ്കിൽ സുണ്ണാമക്കി കഴിച്ചിട്ട് മരിക്കാതിരിക്കണം. ഇനിയിപ്പോ നാളെ തന്നെ സുണ്ണാമക്കി കുട്ടിക്ക് അഡ്രസ് ഇരിക്കല്ല, അതിങ്ങനെ മരിക്കുന്നേ. എപ്പോ? ഇടക്ക് ആരോഗ്യ സംബന്ധമായ നല്ല ആരോഗ്യമുള്ള പുരുഷൻ 6 മാസത്തിലോ കൊല്ലത്തിലൊരിക്കലോ ഈ സുണ്ണാമക്കി കഴിച്ചിട്ട് വയർ വൃത്തിയാക്കണം. വയർ ക്ലീൻ ആക്കുന്ന സാധനമാണ് സുണ്ണാമക്കി. ഇനിയിപ്പോ നാളെ പോയിട്ട് മരിക്കാതിരിക്കുന്നതിന് പോയിട്ട് എപ്പോഴും മാസത്തിലുള്ള തിന്നാന്ന് പറഞ്ഞ മുസീബത്തായി പോകും. 6 മാസത്തിലോ കൊല്ലത്തിലൊരിക്കലോ, കൊല്ലത്തിൽ ഒരു തവണയെങ്കിലും വയർ വൃത്തിയാക്കണം സുണ്ണാമക്കി കൊണ്ട്. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ വയർ വൃത്തിയാക്കിയപ്പോ റസൂലുള്ളാഹി ചോദിച്ചു, അസ്മാ നീ എന്തുകൊണ്ടാണ് വയർ ക്ലീൻ ചെയ്തത്? അവര് പറഞ്ഞു, ഞാൻ ശുബ്റുമ കൊണ്ടാണ്. റസൂലുള്ളാഹി പറഞ്ഞു, വേണ്ട അസ്മാ, അത് വല്ലാത്ത കടുപ്പമുള്ളതാണ്, ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നീ സുണ്ണാമക്കി കൊണ്ട് സുണ്ണാമക്കി കൊണ്ട് നീ വയറിളക്കണേ, അത് നല്ലതാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. ബാധസംബന്ധമായ രോഗം, ബാധനല്ലേ, ബാധസംബന്ധമായ രോഗങ്ങൾ തടുക്കും. പിന്നെ വേദന, ഇവിടെയൊക്കെയുള്ള വേദനകള്, സ്ത്രീകളിൽ മുടി വളരാത്ത സ്ത്രീകളാണെങ്കിൽ മുടി വളരാൻ നല്ലതാണ്. അതുപോലെ മാറാത്ത തലവേദന, പിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് വിട്ടുമാറാത്ത തലവേദനകള്, ചൊറി മാറാനും അതുപോലെ അങ്ങനെ തുടങ്ങിയിട്ട് മുസീബത്തുകളെല്ലാം മാറാൻ വേണ്ടി വെള്ളത്തിൽ തിളപ്പിച്ചു കുടിക്കലാണ് നല്ലത്. വെറും പൊടിയോ അതിന്റെ ഗുളികയോ കഴിക്കുന്നതിനേക്കാളും നല്ലത് അതിനെ വെള്ളത്തിലിട്ട് തിളച്ച വെള്ളം കുടിക്കലാണ്. വയറ് വൃത്തിയായിട്ട് നല്ല കൊല്ലത്തിലൊരു തവണ വയറ് വൃത്തിയായാൽ പിത്തങ്ങൾ മാഞ്ഞു പോകും, വയറുവേദനകൾ മാറിപ്പോകും. അൾസർ സംബന്ധമായ രോഗങ്ങൾ, വയറ് സംബന്ധമായ, ഗഡ്ഡ സംബന്ധമായ, മുഴ സംബന്ധമായ രോഗങ്ങൾ, ഇതെല്ലാം വിട്ടുമാറാൻ പരിഹാരമാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സഫർ ജെല്ല്, 1-2 കൂടി പറഞ്ഞു നിർത്താം, ഇടയ്ക്ക് ഒരു ബർക്കത്തിന് വേണ്ടിയാണ്. സഫർ ജെല്ല് കടിച്ചാൽ റസൂലുള്ളാഹി പറയുകയാണ്, ഫഇന്നഹാ തശുദ്ദുൽ ഖൽബ്, നല്ല ഉറച്ച ഹൃദയമാണ് അവനിക്ക്. അറ്റാക്ക് വരൂല, ബ്ലോക്ക് വരൂല, ബുദ്ധിമുട്ട് വരൂല. ധാരാളം സഫർ ജെല്ല് അല്ല, സഫർ ജെല്ലി അറിയില്ലേ? പഠിച്ചവൻ വീട്ടവർക്ക് എന്തോ അറിയില്ലല്ലോ. അറിയാലേ സഫർ ജെല്ലി? അറിയില്ല? അറിയത് തലയങ്ങ് മാറ്റണം. അപ്പൊ ഒരു സമാധാനം, നിങ്ങൾക്ക് ഒരു അർത്ഥായിക്കൊണ്ട്. ഞാൻ ചെല്ലുന്നത് നിങ്ങൾക്ക് എന്താന്ന് അർത്ഥായിക്കൊണ്ട്. ഞാൻ കുറെ അങ്ങ് കൊല്ലത്ത് നിന്ന് വന്നതല്ലേ, ഞാൻ പമ്മലിന്റെ ആള്, നാട്ടിലെ ആള്. അങ്ങനെ നമ്മളെ ഭാഷയിലെ അടുക്കല മിസ്സാക്കുന്നതാണ്. സഫർ ജെല്ലി കഴിച്ചാൽ റസൂലുള്ളാഹി പറയുകയാണ്, ഹൃദയം നല്ലോണം ചിരിച്ചോളി. ലൈവിന്റെ ആള് വരുന്നു അല്ലെ, നിങ്ങളെ കുടുംബക്കാരിലെ ഗൾഫിൽ നിന്ന് കാണുന്നേ ഉണ്ടാവും. അല്ല, കറക്റ്റ് ചിരിച്ചിട്ടല്ലേ.
നല്ലതാണ്. റസൂലുള്ള പറയുന്നു, നല്ല ഉറച്ച ഹൃദയം, നല്ല മനസ്സ് വിശാലമാകുന്നു, നല്ല മനസ്സ്, നല്ല സന്തോഷമുള്ള മനസ്സ്, സമാധാനമുള്ള മനസ്സ്. പിന്നെയോ മൂന്നാമത് ഇമാം നസായി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ള പറഞ്ഞു, നെഞ്ഞിലെ അസ്വസ്ഥതകൾ അതുമൂലം മാറുന്നു. ചിലർക്ക് നെഞ്ഞരിച്ചല്, നെഞ്ഞ് പൊരിച്ചിരുന്ന എന്തെല്ലാം പറഞ്ഞില്ലേ, നെഞ്ഞില് ഒരു ജാതി നെഞ്ഞില് പുളിത്തേക്ക്, മണ്ണ് തേക്ക് എന്നെല്ലാം പറഞ്ഞില്ലേ. ഈ സാധനങ്ങളെല്ലാത്തിനുമുള്ള പരിഹാരമാണ് സഫർജൽ കഴിക്കലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഗർഭിണികൾക്ക് വളരെ നല്ല മരുന്നാണ് സഫർജല്ല് കഴിക്കുക. ദാഹം പോകാൻ, വോമിറ്റാകുന്നത്, ഛർദി ഇല്ലായ്മ ഉണ്ടാകാൻ, ഛർദിയുള്ള ആളുകൾ ധാരാളം സഫർജല്ല് കഴിക്കുക. ആമാശയവും കുടലൊക്കെ വൃത്തിയാകാൻ നല്ലതാണ്. വയറ്റിൽ മുഴ, ഗഡ്ഡ സംബന്ധമായ ഗർഭപാത്രത്തിലും മറ്റുള്ള ഇടത്തും സ്ത്രീകളിലും മറ്റുണ്ടാകുന്ന മുഴകൾ, ഗഡ്ഡ എന്താ മുഴക്ക്, ഗഡ്ഡ ഗഡ്ഡ. ഈ ഗഡ്ഡ എല്ലാത്തിനെയും വലിപ്പിക്കുന്ന സാധനമാണ് ഈ സഫർജൽ. അത് കഴിക്കൽ നിങ്ങൾക്ക് നല്ലതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഒന്നും കൂടി പറയാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കൂണ് എന്ന് പറഞ്ഞാൽ എന്താ പറയല്, മഷ്റൂം എന്താ പറയല്, അളമ്പു നിലല്ലേ, അളമ്പുന്ന സംഭവം അർത്ഥമില്ലേ, എന്തുന്നാ മതി. ഈ അണമ്പു റസൂലുള്ള പറയുകയാണ്, അളമ്പുവിന്റെ വെള്ളം കണ്ണ് രോഗം. പഴയ കാലത്ത് ആളുകൾക്ക് ദീർഘകാലം കണ്ണിന് കാഴ്ചയുണ്ടാകുമായിരുന്നു. നബി തങ്ങളാണ് പറഞ്ഞത്, ഈ മഷ്റൂമിന്റെ വെള്ളം, ആ വെള്ളമെടുത്ത് കണ്ണിൽ തെളിപ്പിച്ചാൽ കണ്ണ് ശുദ്ധമാകുന്നു, കണ്ണിന്റെ കാഴ്ച കൂടുന്നു, കണ്ണ് രോഗങ്ങൾക്ക് ശമനമാകുന്നു. ഇനിയിപ്പോ നാളെ കിട്ടിയ മഷ്റൂമിനെല്ലാം പിടിച്ചിട്ട് കണ്ണിലേക്ക് ഇട്ടാൽ കണ്ണിന്റെ അഡ്രസ് ഇരിക്കല്ല. മഞ്ഞളമ്പുണ്ട്, ഏത് കുമ്പിള് എന്നല്ലേ, കുമ്പിള്. ഈ സാധനം മഞ്ഞ, ഒരു ചുവപ്പോട് കളറോ, അത് വിഷത്തിൻ്റെതാണ്, അത് വിഷമുള്ളതാണ്. സാധാരണ കുറച്ചു നേരം വെള്ളത്തിലിട്ടുകൊണ്ടാണിത് പാകം ചെയ്യേണ്ടത്. അത് മണ്ണിൽപ്പെട്ടതാണ്. അല്ലാഹു തആല ബറക്കത്ത് ചെയ്ത ഭക്ഷണമാണ്. മൂസാ നബിയുടെ ഖൗമിനിക്ക് അല്ലാഹു ഇറക്കി കൊടുത്ത മണ്ണ്, ആ മണ്ണിൽപ്പെട്ടതാണ് ഈ മഷ്റൂം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിന്റെ ബറക്കത്ത് കിട്ടണമെങ്കിൽ റെഡിമെയ്ഡ് അല്ല, ഇടിമുട്ടും പോലെ മുളക്കുന്ന ആ സാധനം അല്ലേ, അങ്ങനെ കിട്ടിയത്. അതിൽ ബറക്കത്തുണ്ട്, അതിൽ ശിഫ ഉണ്ട്, അതിൽ ആരോഗ്യത്തിന് പരിഹാരമുണ്ട്, അനാരോഗ്യത്തിന് പരിഹാരമുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ 4 കാര്യം പറഞ്ഞു. ഈത്തപ്പഴം നല്ലതാണ്, സഫർജൽ നല്ലതാണ്, അതുപോലെ നമ്മൾ മഷ്റൂം നല്ലതാണ്, എല്ലാം നല്ലതാണ്, നല്ല ഭക്ഷണങ്ങളാണ്. അതിന്റെ കൂടെ കൊല്ലത്തിൽ ഒരു തവണ വയറിളക്കുക, വയറ് വൃത്തിയാക്കുക. സുണ്ണാമൊക്കെയൊക്കെ ആയുർവേദിക് ഷാപ്പ് കടയിലൊക്കെ ചോദിച്ചാൽ കിട്ടും. ഡോക്ടറോടൊക്കെ ചോദിച്ചുള്ള ആവശ്യമുള്ള ആളുകൾ കൊല്ലത്തിൽ ഒരു തവണ വയറിളക്കലും നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. അല്ലാഹുവേ, ആഫിയത്തോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉമ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിലെമ്പാടും അല്ലാഹു തആല നൽകുന്ന അനുഗ്രഹങ്ങൾ ഒരുപാടാണ്. മറ്റൊരു ആരോഗ്യത്തിന്റെ വശം പറയുന്നു, ബാത്റൂമുകളിൽ ഒരുപാട് സമയം ഇരുന്നാൽ വസ്വാസ് ഉണ്ടാകും. ബാത്റൂമിൽ, ടോയ്ലറ്റിലൊക്കെ പോയി ഒരുപാട് സമയം കുത്തിരിക്കുക. ചില ആൾക്ക് വിളിച്ചിട്ടാണോ രണ്ടാമതായിരുന്നു ഇരുന്നിരുന്ന് എണിക്കണമെങ്കിൽ ആരെങ്കിലും വിളിക്കണം. യൂറോപ്യാണെങ്കിലും വന്ന പിന്നെ നല്ല സുഖം. ഇതിലിരുന്നിട്ട് ടിക്ടോക്ക് പോയി, വാട്സപ്പ് പോയി, ഫേസ്ബുക്ക് എല്ലാം ഇതിലുണ്ട് അല്ലെ. ചില ആൾക്ക് പോയി ഉള്ളിലേക്ക് പോയാൽ എന്തോ ഒരു ആശ്വാസം. ചില ആൾ പറയുന്നത് പുതിയ ഡിജിറ്റൽ ഐഡിയ എല്ലാം കിട്ടണമെങ്കിൽ അതിന്റെ ഉള്ളിൽ ഇതൊരു 5 മിനിറ്റ് ഇരിക്കണം അല്ലെ. 4G അപ്പുറത്തെ സ്പീഡ് അതിന്റെ ഉള്ളിൽ ഐഡിയ എല്ലാം വരുന്നു. എങ്ങനത്തെ ഐഡിയ എല്ലാം വരുന്നു. ഒരുപാട് സമയം ചെലവഴിച്ചാൽ വസ്വാസ് ഉണ്ടാവും ജീവിതത്തിൽ. ചില ആൾ കാണുന്നില്ല, ഔലിന്റെ അടുത്ത് ഔലിന്റെ അടുത്ത് ഗലാട്ടാക്കുന്നു, അല്ല ബാക്കിയെല്ലാവരും ഹറാമാക്കുന്ന ഓർത്ത് ഹലാലാക്കാൻ അല്ലേ. ഔലിന്റെ അടുത്തല്ല ചില ആളുണ്ട്, ഔലിന്റെ അടിയിന്ന് വെള്ളം എടുത്തിട്ട് മറിക്കുന്നത് അടിയിന്ന്. കാരണം മീത്തുള്ളതെല്ലാം ശരിയില്ല, അതിനെ അങ്ങോട്ട് ഉന്തിയിട്ടിട്ട് അടിയിന്ന് വെള്ളം വെളിച്ചെടുക്കുന്നു. ഒന്നും കൊടുക്കാൻ നല്ല ക്ലീൻ ഉള്ള വെള്ളം ഔലിന്റെ അടിയിൽ. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ
അതുകൊണ്ട് ചില ആളുകൾക്ക് കൈ കെട്ടുമോ അള്ളാഹ് പിടിക്കാൻ പോകുന്ന പോലെ രണ്ട് കയ്യല അപ്പുറം ഇപ്പുറല്ലാക്കി ഗൗജി ഇമാമ റുക്കൂലേക്ക് വേണ്ടി എന്തില്ല സീത പോന്നു ഒരു റകളയിൽ ഇമാം സലാം വിട്ടോളുണ്ട് ചില ഹായവന്മാർ ഇമാം സലാം വിട്ടുമ്പോ അത്തല്ല ഇത്താവില്ല തീർന്ന അടുക്ക ലാസ്റ്റ് ഒരു ജാതി വസ്വാസ്, അത് ശൈത്താനിന്റെ ഭാഗത്ത് നിന്നുള്ള വസ്വാസാണ്. ഒരുമാതിരി വസ്വാസ്. ബാത്റൂമിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നവർക്ക് വസ്വാസ് കൂടുമെന്നാണ്. ഒരുപാട് വിഷയമുണ്ട്. കണ്ണിന്റെ കാഴ്ച കുറയും. ഒരുപാട് സമയം ബാത്റൂമിൽ ചെലവഴിക്കുന്നവർക്ക് കണ്ണിന്റെ കാഴ്ച കുറയും. അതുപോലെ മൂലക്കുരുവിന്റെ രോഗം മൂലക്കുരുവിന്റെ രോഗം വരാനത് കാരണമാകും. മറവിയുണ്ടാകാനത് കാരണമാകും. അതുപോലെ മൂക്ക് വൃത്തിയാക്കുക. ചില ആൾക്ക് മൂക്ക് വൃത്തിയാക്കാൻ കിട്ടുന്ന സമയമാണ് അക്കൂസിൽ പോയിട്ടിരിക്കണം. അല്ലെങ്കിൽ ഇമാമ സലാം വീട്ടിട്ട് ദ്വാരക്കോളുള്ള പുരുഷത്തിന്റെ സമയം. അപ്പൊ ഉഗ്രനടിയിലുള്ള മണ്ണൽത്തിട്ട് പള്ളിയിലിടുന്ന ഇതിലേക്ക് കൈയിട്ടിട്ട് വൃത്തിയിട്ട് പള്ളിയിലേക്ക് എറിയുന്നത് ഉണ്ടാക്കിയിട്ട് പള്ളിക്ക് ഇടുന്ന. പള്ളിയിൽ വന്നിട്ട് മുക്കരിക്കല ജാരിന്റെ വീണും പല്ല് ധരിക്കും. ആ മാതിരി വൃത്തിയിട്ടിടുന്ന പള്ളിന്റെ ഉള്ളിലേക്ക്. ഇതിന്റെ സമയപ്പോ സലാം വീട്ടിട്ട് ദ്വാരക്കോളെ വേറെ പണിയൊന്നുമില്ല. ഇതന്നെ പണി. ഉഗുർ ക്ലീനാക്കുന്ന, മൊയില വീണ്ടിക്കുന്ന, അല്ലെങ്കിൽ അപ്പുറത്തെ കാലിനെ പിടിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യാം. ഏതുമാകട്ടെ എവിടെ പോയി മൂക്ക് വൃത്തിയാക്കൽ. മൂക്ക് വൃത്തിയാക്കണം. ഉളു ചെയ്യുമ്പോ വലിയൊരു ഇബാദത്താണ് മൂക്ക് വൃത്തിയാക്കുക എന്നുള്ളത്. നമ്മളിപ്പോ എന്തെന്നറിയോ, വായിൽ വെള്ളം മുക്കളിക്കുന്ന മൂക്കിന്റെ പൊടി വലിച്ച പോലെ ഇങ്ങനെ ഒരു ബലി ഇങ്ങനെ വലിക്കുന്ന. അങ്ങനെ വലിക്കുന്നല്ല. അങ്ങനെ ഉസ്താദിലുണ്ട്, ചോദിച്ചു നോക്കുക. അങ്ങനെയല്ല സുന്നത്ത്. കയ്യിൽ ഒരിത്ര വെള്ളം എടുക്കുക, അതിൽ പകുതി വെള്ളം വായിലേക്ക് ആക്കുക. ബാക്കി വെള്ളം ഇല്ലേ, ഈ ബാക്കി വെള്ളം മൂക്കിലേക്ക് കയറ്റിയിട്ട് മൂക്ക് ശരിക്കും കഴുകി വൃത്തിയാക്കണം. അപ്പൊ കഴുകിയിട്ട് വൃത്തിയാക്കി പിന്നെ ഉർത്താൻ കിട്ടാല. പിന്നെ എപ്പോ ഒന്നു കൊടുക്കുമ്പോ വൃത്തിയാക്കണം. മൂക്കിലേക്ക് വെള്ളം പോണം. ഞമ്മെന്താക്കുന്ന എളുപ്പത്തിൽ കയ്യിലെടുത്ത വെള്ളം തേച്ച് കുടിക്കുന്ന വായിൽ മൂക്കിലേക്കാനെടുത്ത് പിന്നെ മൂക്കിലേക്ക് ഒരു ബലി, ഒരു വരക്കലല്ല. മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റ അല്ലെ, പണ്ട് പറഞ്ഞു പഠിച്ചിട്ടില്ലേ? വെള്ളം കയറ്റണം, കയറ്റിട്ട് മൂക്കിത് വെള്ളം രണ്ടാമതാ പോയ വെള്ളം തിരിച്ചിങ്ങോട്ട് വരണം. ക്ലീൻ ആക്കിയിട്ട് വൃത്തിയാക്കണം. ഒരുപാട് രോഗങ്ങൾക്കുള്ളല്ലേ ഇപ്പൊ കണ്ട. ഇപ്പൊ എല്ലാം ഒന്നിന്റെ സൈഡിൽ ആ സന്തൂറിന്റെ കൈ ഒറ്റതി കൈകാവുന്ന അല്ലെ. വേണ്ടെന്ന് ഞാൻ ഇതൊന്നുമല്ല, കൊറോണന്റെ ഇതൊന്നുമല്ല. എന്താവട്ടെ, എന്നാലും നമ്മൾ എപ്പോഴും അതല്ല വൃത്തി സൂക്ഷിക്കണം. മൂക്ക് വൃത്തിയാക്കിയാൽ നിന്റെ ഹാർട്ടിന് നല്ലതാണ്. ഒരുപാട് ചികിത്സയൊക്കെ ഉണ്ട്. രണ്ട് കൈ കൊണ്ട് ശരീരം മുഴുവൻ, നിങ്ങൾക്കൊക്കെ അത് അറിയായിരിക്കും. കൈ കൊണ്ട് മാത്രമുള്ള ചികിത്സയുണ്ട്. ഒരു മനുഷ്യൻ 5 തവണ ഇങ്ങനെ കൈ ഒരുപാട് സമയം വരച്ചാൽ അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും തലച്ചോറ് മുതൽ അങ്ങോട്ട് കാലിന്റെ അടിവരെയുള്ള പ്രവർത്തനങ്ങൾക്ക് നല്ലതാണെന്നാണ്. അങ്ങനെ ചികിത്സയുടെ ഒരു ഭാഗം തന്നെയുണ്ട്. അത് വേറൊരു വിഷയമാണ്. ഏതുമാകട്ടെ അല്ലേ, ചില ആളുകൾ ഇങ്ങനെ ഞെക്കുമ്പോൾ ഗ്യാസ്ട്രിക്കിന്റെ ആളുകളെല്ലാം ബെർലിന്റെ ഇടയിൽ എത്തുമ്പോ നല്ല കാണുന്നില്ലേ. നമ്മുടെ 2 കൈയില് ഫുള്ള് ശരീരങ്ങൾ നിൽക്കുന്ന രൂപത്തിലുണ്ട്. ഏതാകട്ടെ കൈകൾ വരച്ചു കഴുകണം. ഒന്നു ചെയ്യുമ്പോ കൈകൾ വരച്ചു കഴുകണം. സുന്നത്ത് കണ്ടോ, നബിതങ്ങൾ പഠിപ്പിച്ച സുന്നത്ത്. മൂക്ക് വൃത്തിയാക്കാൻ വേണ്ടിയാണ് വെള്ളം മൂക്കിലേക്ക് കയറ്റണം എന്നിട്ട് ചീറ്റണം എന്നൊക്കെ പറഞ്ഞത്. മൂക്ക് വൃത്തിയാക്കണം, നല്ലതാണ്. ശരീരം മുഴുവനും വളർത്തൽ സുന്നത്തില്ലാത്ത ഭാഗങ്ങൾ 40 ദിവസത്തിലൊരിക്കലാണ് ശരീരം മുഴുവനും വൃത്തിയാക്കണം. 40 ആവാകാക്കണ്ടതിന് മുന്നേ ആവാ, കൂടിയ 40. അതൊക്കെ ശ്രദ്ധിച്ച് വേണ്ട പോലെ ചെയ്യണം. ഒരുപാട് സമയം ഇരുന്നാൽ മൂക്ക് വൃത്തിയാക്കിയാൽ കക്കൂസിലിരുന്നിട്ട് അവനിക്ക് യൂരിസുൽ ഹമ്മ്, അവന് ടെൻഷൻ ഉണ്ടാകുന്നു. ബാത്റൂമിൽ ഇരുന്നിട്ട് മോതിരം കൊണ്ട് കളിച്ചാൽ, ബാത്റൂമിൽ ഇരുന്നിട്ട് മോതിരം കൊണ്ട് ആണുങ്ങളോ പെണ്ണുങ്ങളോ കളിച്ചാൽ ശൈത്താൻ അമലിലേക്ക് അടുത്തു വരുന്നു. പിന്നെയോ ആവശ്യമില്ലാതെ ബാത്റൂമിൽ നിന്ന് സംസാരിച്ചാൽ, പെണ്ണുങ്ങൾക്കുണ്ട് ബാത്റൂമിൽ പോയത് പണ്ട് സ്കൂളിൽ പഠിച്ച പാട്ട് ഓരോന്ന് ഓർമ്മയാകുക. ബാലക്കാർക്കെല്ലാം അങ്ങനെ പാട്ട് ഓർമ്മയാവും. എന്തൊക്കെ ഓർമ്മയാകലാണ്. ചില ആള് സമാധാനത്തിൽ വായിസെല്ലാം അയക്കുന്നവിടെ വേറെ 2 പണിയൊക്കെ ആയിട്ട് വേറെ റകളെന്തില്ലല്ലേ, ഇരുന്നിട്ട് ഒത്തിരി വായിസ് അയക്കുന്ന, വായിസ് കേൾക്കുന്ന, ഫോണിൽ വിളിക്കുന്ന, ആർക്കെങ്കിലും മിസ് കോൾ വന്ന ആൾക്കെല്ലാം നോക്കിയിട്ട് വിളിക്കുന്നു. അല്ലേ ഒരു നേരത്തെ കുറെ ഒച്ചപ്പാടുമ്പോൾ ഞാൻ കുളിച്ചുകൊണ്ടിപ്പുറത്ത്
അപ്പുറത്ത് വന്ന് ചവിട്ടി നടുമുള്ള വിളിക്കുന്നു, അങ്ങനെ ചവിട്ടുന്നു. ഞാൻ ആരിപ്പോ പഠിച്ചു, ഞാൻ കുളിക്കുന്ന നേരത്തേക്ക് വന്നിട്ട് എന്നെ കുറെ കഴിയുമ്പോൾ ചെന്ന് ഞാൻ ഇപ്പൊ വെക്കുന്നു, ഇപ്പൊ ഞാൻ ട്രാഫിക്കിലുണ്ട്, പിന്നെ വിളിക്കുന്നത് എവിടെ അപ്പുറത്തെ കലായിൽ ഹക്കൂസിൽ ഇരുന്നിട്ട് പോകും പറഞ്ഞു, ഇപ്പൊ ഞാൻ ട്രാഫിക്കിലുണ്ട്, പിന്നെ വിളിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യാ, അവിടെ പോയിരുന്ന് സംസാരിച്ചാൽ ദാരിദ്ര്യം വരും, അവന്റെ ജീവിതത്തില് ദാരിദ്ര്യം വരും. അതായത് അവന്റെ സമ്പത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടും, അവന്റെ ആരോഗ്യത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടും. പിന്നെയോ പേനെ കൊല്ലുക, അല്ലെ? പെണ്ണുങ്ങൾക്ക് എല്ലാ പണി ഒന്നിച്ചാട്ട് ആട് തന്നെ എടുത്തിട്ട് ആട് തന്നെ പേനെടുത്തിട്ട് ഒറ്റ കൊല്ലല്. ഈ പേന് കൊല്ലുന്നത് കൊണ്ട് ശൈത്താൻ ഒരു പേന് ഒരാള് കക്കൂസിലിരുന്ന് കൊന്നാൽ ആണാണെങ്കിൽ ആണ്, പെണ്ണാണെങ്കിൽ പെണ്ണ്, അവരുടെ കൂടെ ശൈത്താൻ 40 രാത്രികൾ ശൈത്താൻ അവരുടെ കൂടെ കിടക്കുന്നു. അവിടെ പോയിട്ട് പേന് കൊല്ലാൻ നിൽക്കരുത്. അതുപോലെ അവസാനത്തെ ഒന്നുകൂടി പറയാ, 2 കൈ കുത്തിയിട്ട് കക്കൂസിലിരിക്കുക. 2 കൈയും കുത്തിയിട്ട് കുന്തം കൊടുക്കുക, എന്താ അല്ലേ? കുന്തം കൊടുക്കല്ല. 2 കൈയും കുത്തിയിട്ടിരുന്നാൽ 2 കൈയും കുത്തിയിട്ടിരുന്നാൽ അവനിക്ക് വെള്ളപ്പാണ്ട് പോലെയുള്ള രോഗം വരാം, ഹയാ പോകാം, ലജ്ജ പോകാം. പിന്നെ അവന്റെ കൽബ് കടുപ്പമുള്ള സ്നേഹമില്ലാത്ത കരുണയില്ലാത്ത കൽബാകാൻ ഇടയുണ്ട്. മഹാന്മാര് പറയുന്നുണ്ട്, എപ്പോഴും കൈ ഇങ്ങനെ കുത്തി നിൽക്കാൻ നല്ലതല്ല എന്നാണ്. ഇങ്ങനെ ചില പെണ്ണുങ്ങൾക്ക് രാജത്തിന്റെ എന്തെങ്കിലായ കൈ ഇങ്ങനെ കുത്തിയിട്ടിരിക്കുക. ഇപ്പൊ ബാലക്കാരത്തി കുത്തുന്നു, അത് വേറെ, അത് സെൽഫി എടുക്കും ഇങ്ങനെ 2 പേരിൽ അല്ലെ, 4 പേരിൽ ഇങ്ങനെ അല്ലെ, ഇതൊക്കെ ചെയ്യല്. അതല്ല, കൈ കുത്തിയിട്ട് നിൽക്കുക എന്നുള്ള, കൈ കുത്തിയിട്ടിരിക്കലും കൈ കുത്തിയിട്ട് നിൽക്കലും നല്ലതല്ല, നല്ല ലക്ഷണമല്ല. അത് രോഗം വിളിച്ചു വരുത്തൽ പോലെയാണ്. അല്ലാഹുവേ, ഞങ്ങളെല്ലാം നീ ഖൈറിന്റെ അഹ്ലുകാരാക്കണേ അല്ലാഹ്. ഹസൻ അൽ ബസരി തങ്ങളോട് വന്നിട്ട് ഒരാൾ ചോദിച്ചു, അല്ല ഹസൻ ബസരി, എനിക്ക് നന്നാണോ, നേരാണ്, എന്തെങ്കിലും വഴി ഉണ്ടാന്ന് ചോദിച്ചു. ഹസൻ അൽ ബസരി തങ്ങൾ പറഞ്ഞു, നീ നായിയാവും, നല്ലാണെന്ന് പറഞ്ഞു, നീ നായിയാവുന്നു. രണ്ടാമത് പറഞ്ഞു, നീ കാക്കയാകണം, നീ കോഴിയാകണം, നീ പൂച്ചയാകണോ. അയാൾ മെല്ലെ പോവാൻ തുടങ്ങി. ഇനിയിപ്പോ നീ പന്നിയാണെന്ന് ഒരു ചെല്ലെങ്കിലും മുസീബത്താ. ഹസൻ ബസരി തിരിച്ചു പിടിച്ച് ഇങ്ങോട്ട് വാന്റെ, നന്നാകണമെന്ന് കൊതിയില്ലേ? ഉണ്ട്. ഞാൻ എന്ത് ചെയ്യണം? അദ്ദേഹം പറയുന്നു, നീ നായിയാകണമെന്ന് പറഞ്ഞില്ലേ? എന്താണ് നീ നായിയാകണമെന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിനോട് നന്ദിയുള്ള അടിമയാകണോ? അള്ളാഹു നിനക്കിതെല്ലാം തന്നില്ലേ? എല്ലാം തന്ന റബ്ബ്. അബ്ദുല്ലാഹി ഇബ്നു ജാഫർ തങ്ങളുടെ കാല് മുറിക്കപ്പെട്ട് വലിച്ചെറിഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു ജാഫർ പറഞ്ഞു, അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ടവരോട് ചോദിക്കുകയാ, അല്ല അബ്ദുല്ലാ, എന്തിനാണ് കാല് മുറിച്ചപ്പോൾ അൽഹംദുലില്ലാഹ്? അവര് പറഞ്ഞു, എന്റെ ഒരു കാലല്ലേ മുറിച്ചത്, ബാക്കി ഒരു കാലുണ്ട്, 2 കൈയുണ്ട്, കണ്ണുണ്ട്, കാലുണ്ട്, ശരീരം മുഴുവനുമുണ്ട്, ഒരു കാല് മാത്രമല്ലേ മുറിച്ചത്. ഇതെല്ലാം എനിക്ക് ബാക്കിയാക്കിയ അല്ലാഹു, അൽഹംദുലില്ലാഹ്. കുപ്പത്തൊട്ടിയിൽ നിന്ന് ഒരാള് അൽഹംദുലില്ലാഹ് ചൊല്ലുന്നുണ്ട്. മുനിസിപ്പാലിറ്റി കുപ്പത്തൊട്ടി എന്ന് പറഞ്ഞാൽ റോഡിന്റെ പക്കത്തെ കച്ചറകൾ വലിച്ചെറിയുന്ന സ്ഥലത്ത് അൽഹംദുലില്ലാഹ് ചെല്ലുന്ന മനുഷ്യന്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാ, അല്ല എന്തിനാണ് അൽഹംദുലില്ലാഹ്? അയാള് പറഞ്ഞു, അയാളോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് വീടില്ല, മക്കളില്ല, ഭാര്യയില്ല, കുടുംബങ്ങളില്ല, നാട്ടുകാരില്ല, തിന്നാൻ ഭക്ഷണമില്ല, നിങ്ങളുടെ ശരീരത്തിൽ പുഴുക്കൾ മേഞ്ഞു നടക്കുന്നുണ്ട്, എല്ലാ രക്തം ചലം ഒഴുകി ഒലിക്കുന്നുണ്ട്, പിന്നെന്തിനാണ് അൽഹംദുലില്ലാഹ്? ഉമ്മിനെ വീടില്ലാത്ത മനുഷ്യൻ, ഭാര്യയില്ലാത്ത മനുഷ്യൻ, കുടുംബങ്ങളില്ലാത്ത മനുഷ്യൻ, ഒന്നിനും വകുപ്പില്ലാത്ത മനുഷ്യൻ, കുപ്പത്തൊട്ടിയിൽ ആളുകൾ വലിച്ചെറിഞ്ഞത് എന്തെങ്കിലും കിട്ടിയാ തിന്നുന്നയാള്, അയാള് പറയുന്ന ദിക്ർ അൽഹംദുലില്ലാഹ്. ഈ ദിക്റാണ് അദ്ദേഹം പറയാ, എനിക്കിതൊന്നുമില്ലെങ്കിലും എനിക്കെന്റെ അല്ലാഹുവോട് പരാതിയില്ല,
ദിക്ർ ചൊല്ലുന്ന നാവുണ്ട്, ശുക്ർ ചെയ്യുന്ന ഖൽബും എനിക്കുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു എത്ര ആളുകൾക്ക് വീട് കൊടുത്തിട്ടുണ്ട്, എത്ര ആളുകൾക്ക് ആരോഗ്യം കൊടുത്തിട്ടുണ്ട്, എത്ര ആളുകൾക്ക് മക്കളെ കൊടുത്തിട്ടുണ്ട്. അവർക്ക് അല്ലാഹുവോട് ശുക്റുള്ള, അല്ലാഹുവോട് നന്ദിയുള്ള, അല്ലാഹുവോട് ഇഷ്ടമുള്ള ഖൽബ്, ദിക്ർ ചൊല്ലുന്ന നാവ് അല്ലാഹു കൊടുത്തില്ലല്ലോ. അല്ലാഹു എനിക്കത് തന്നല്ലോ. കൈയില്ല പ്രശ്നമില്ല, കാലില്ല പ്രശ്നമില്ല, കുടുംബങ്ങളില്ല പ്രശ്നമില്ല, വീടില്ല പ്രശ്നമില്ല, ശരീരത്തിൽ പുഷുക്കളുണ്ട്, ചലങ്ങൾ ഒഴുകുന്നുണ്ട്, ഇല്ല ഇല്ല പ്രശ്നമില്ല. എനിക്കാകെ അല്ലാഹു ശുക്റുള്ള ഖൽബ്, ദിക്ർ ചൊല്ലുന്ന നാവ്, ഇത് രണ്ടിനും എനിക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. അൽഹംദുലില്ലാഹ്. കണ്ടോ മുഅ്മിനെ, ശുക്റുള്ളവരെങ്ങനെയാണ്? ശാക്കിറ, നീ നല്ല നന്ദിയുള്ളവനാകണം. അല്ലാഹുവോട് നന്ദി വേണം. നമുക്ക് അല്ലാഹു കിഡ്നി തന്നോ, ഹാർട്ട് തന്നോ, ബ്രെയിൻ തന്നോ, എല്ലാം തന്ന അല്ലാഹു. കണ്ണിന് കാഴ്ച തന്നോ, നാവിന് സംസാരശേഷി തന്നോ, ഇതെല്ലാം തന്ന റബ്ബില്ലേ. ആ റബ്ബിനിക്ക് നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇത് ചൊല്ലുമ്പോ സ്വർഗത്തിലേക്ക് ആദ്യമായി വിളിക്കപ്പെടുന്നവരാരാണ്? ഏറ്റവും കൂടുതൽ ഹംദ് ചൊല്ലുന്നവരാരോ? ഏറ്റവും കൂടുതൽ അൽഹംദുലില്ലാഹ് ഇത് ചൊല്ലുന്ന ആളുകളെ അല്ലാഹു പെട്ടെന്ന് സ്വർഗത്തിലേക്ക് വിളിച്ചു കയറ്റുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ധാരാളം ഹംദ് ചൊല്ലണം. അൽഹംദുലില്ലാഹ് ധാരാളം ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ് ചൊല്ലുന്ന ആളുകളെ അല്ലാഹുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരാൾ അൽഹംദുലില്ലാഹ് കൂടുതൽ ചൊല്ലുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അല്ലാഹുക്ക് ഓനെ നല്ലോണം ഇഷ്ടമാണെന്നാണ്. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് ധാരാളം പറയണം. പറ്റല്ലേ? ഒരു ഇൻഷാ അല്ലാഹ് ചൊല്ലും മുഅ്മിനീങ്ങളെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ധാരാളം ഹംദ് ചൊല്ലണം. സമയം 11 അല്ലേ? ഇങ്ങനെ ഏലമല്ലേ? ഏലമുണ്ട് അല്ലേ? എക്സാമിന്റെ സമയം കട്ടായിട്ടാണ്? കട്ടായില്ല. ഇത്ര പറഞ്ഞത് പോലെ സലാമത്ത്. ഇത്ര കണ്ടിന് കുക്കുളിയെല്ലാം കണ്ടിന് ഗുളിയ മാത്ര കഴിക്കുന്നത്. അൽഹംദുലില്ലാഹ് എത്രയെങ്കിലും പറയാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ ശുക്റുള്ളവരാകണം. രണ്ടാമത് നീ കാക്കയാകണമെന്ന് പറഞ്ഞില്ലേ? കുമ്മുറാഖിബ, നീ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. ഹലാലുകൾ, ഹറാമുകൾ, അല്ലാഹുവിന്റെ അലാമത്തുകൾ, അവന്റെ അദാബുകൾ, അവൻ ചെയ്യുന്ന നിയമത്തുകൾ എല്ലാം വീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. എല്ലാത്തിലും ഒരു വീക്ഷണം വേണം നമുക്ക്. വീട് കെട്ടുമ്പോഴും, വീടെടുക്കുമ്പോഴും, വാഹനമെടുക്കുമ്പോഴും, ആരോഗ്യത്തിലും, ഇബാദത്തിലും, എല്ലാത്തിലും ഒരു നിരീക്ഷണം ആവശ്യമാണ്. എല്ലാം കൈകാര്യം. നമ്മൾ ഒന്ന് കച്ചവടം തുടങ്ങിയ പാടെ കാറ് മാറ്റി, ബൈക്ക് മാറ്റി, കച്ചവടം പൊട്ടി, കാറ് വിറ്റു, ബൈക്ക് വിറ്റു, ആകെ പൊട്ടിപ്പാളീസായി. വീട് അങ്ങനെ ആകരുത്. എല്ലാം ഹലാലും ഹറാമും. അമ്മമാരെ, സ്വസഹായ സംഘമൊക്കെ ഉണ്ടാവല്ലോ. സംഘത്തിൽ നിന്ന് കടം വാങ്ങിയിട്ട് ഭക്ഷണം ഹറാമല്ലേ? കടം വാങ്ങിയിട്ട് പെരുന്നാളിന് ഡ്രസ് എടുക്കുക ഹറാമല്ലേ? കടല്ല, ലോണാണത്. സംഘമല്ല, പെണ്ണുങ്ങളെ സംഘം ഇല്ല. ഉണ്ട്. ഉമ്മമാരെ, അതിന്റെ മീറ്റിങ്ങിന്, അതിന്റെ വഴിപാട്ട്, അതിന്റെ ഇടപാടുകൾ, അതിൽ നിന്ന് പലിശക്ക് വാങ്ങൽ എല്ലാം അല്ലാഹു പൊരുത്തപ്പെടാത്തതാണ്. ഇബ്നു അബ്ബാത്തുൽ മിസ്രി തങ്ങൾ പറയുന്നു, ആ കിട്ടുന്ന കൂടുതലുകളെല്ലാം അത് ബറക്കത്തുള്ളതല്ല, അത് കുറവാണ്. നല്ലവണ്ണം സൂക്ഷിക്കണേ അല്ലാഹുവേ, നീ ഖൈർ നൽകണേ അല്ലാഹ്. അതുകൊണ്ട് നീ കാക്കയെ പോലെയാകണം. കാക്ക എപ്പോഴും നല്ല ഇങ്ങനെ കണ്ട, നിങ്ങൾ ബഗ് നരി പിന്നെ കാക്ക പാറിയിട്ടാണ്. ഇങ്ങനെ
അത്രയും കഴിവാണ്. അതുപോലെ മൂന്നാമത് കുന്തിക്ക, നീ കോഴിയാകണോ? കോഴിയാകണം തന്നെ. കുന്താക്കിറ, നീ ധാരാളം ദിക്ർ ചൊല്ലുന്ന ആളാകണം. രാവിലെ വീട്ടിൽ നിന്ന് കോഴി കൂകുന്നത് പൂവൻ കോഴിയുടെ കരച്ചിൽ കേട്ടാ നിങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്യണേ. ആ സമയത്ത് ചോദിച്ചത് കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങനെ പൂവൻ കോഴിക്ക് കല്ലെറിഞ്ഞിട്ട് കൂപ്പിച്ചിട്ട് വേറെക്കാരൊന്നും കണ്ടോ? പൂവൻ കോഴി കരിഞ്ഞെങ്കിൽ അല്ലേ? പണ്ടൊരു ഉസ്താദ് വേദ പറഞ്ഞാല തുമ്മിയ സദസ്സിൽ ദുആക്ക് ഉത്തരവുണ്ട്. തുമ്മിയ എന്താണ് തുമ്മുന്നേനെ? അക്ഷയിട്ടിരുന്ന തുമ്മുനാ? തുമ്മുന്ന അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടം. അള്ളാഹ്ക്ക് ഇഷ്ടമാണ് തുമ്മുന്നത്. അള്ളാഹ്ക്ക് മൂക്കിലേക്ക് വരല ഇതിലിട്ട് കോലിട്ട് തുമ്മണ്ണ വായിട്ടില്ല. തുമ്മി എങ്ങനെ? ഒരാൾ ദ്വാരുന്നുണ്ടാകുമ്പോ വേറൊരാൾ തുമ്മിയാൽ എന്തായി? ആ ദ്വാക്ക് അള്ളാഹു ഉത്തരം ചെയ്യും. ഇനി മൂക്കിന്റെ പൊടി ഒഴിച്ചിട്ട് പോകണ്ടാവോ ദ്വാരക്ക് നിർത്തേക്കല്ല. അങ്ങനെയല്ല, തുമ്മൽ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കോട്ടുവായിരുന്നു അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. കോട്ടുവായിൽ വായു വളക്കുന്ന അതിനെന്താ വായു വളക്കുന്ന? അപ്പൊ ചോറ് വയ്ക്കുമ്പോ വായു വളക്കുന്നതിന് എന്താ? വായു വളക്കുന്ന അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ വായു ബന്ധാക്കിട്ടൊക്കെ കണ്ടേ? കോട്ടുവായി നല്ല പറയും. കോട്ടുവായി വായു അല്ലേ? ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, ശൈത്താനിക്ക് വല്ലാതെ ഇഷ്ടമാണ്. ഇബ്ലീസിന് ഭയങ്കര നിങ്ങളോട് ഗുസ്സ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടക്കിടക്ക് ആക്കിക്കൊണ്ടിരിക്കുമ്പോ ഇബ്ലീസ് എന്നാലോ അവന്റെ വായിലൂടെ ശൈത്താൻ ഉള്ളോട്ട് കിടക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതിനാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞ് ബായ അടക്കുന്നത്. എന്തിനാണ്? ചിലർ ബായ അടക്കുന്ന പറയോ ബായ് കട്ടം വെക്കുന്നത് പോന്നത്ര പോയിട്ട് പിന്നെ വന്നെങ്കിലെന്തോ. ഇത് വെറുമ്പന്നെ പാട്ടം കൈ പിടിച്ചത് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. തുമ്മുന്നതിനെ മുടക്കാൻ പാടില്ലെന്നാണ്. ചില ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങൾ തുമ്മാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ ക്ലച്ചലിട്ടിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ആക്കാൻ വരുമ്പോ അഡ്ഡം പോയി നല്ലാക്കിട്ട് മറപ്പിക്കുന്ന ഒരാള് തപ്പിക്കുന്ന തുമ്മുന്നതിനെ തപ്പിക്കാൻ തെറ്റിക്കാൻ പാടില്ല. നല്ലതാണ് തുമ്മുന്നത്, ആരോഗ്യത്തിനും നല്ലതാണ്. തുമ്മുന്ന നേരം നമ്മുടെ ഹാർട്ട് ഒരു സെക്കൻഡ് അവിടെ സ്റ്റക്കാവുകയാണ്. തുമ്മുന്ന നേരം അത് കഴിഞ്ഞ് ഹാർട്ട് രണ്ടാമത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന ഒരു വാക്ക് അത് അള്ളാഹ്ക്ക് വല്ലാണ്ട് ഇഷ്ടമാണ്. തുമ്മുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. തുമ്മിയിട്ട് അൽഹംദുലില്ലാഹ് ചൊല്ലുന്നതും അള്ളാഹ്ക്ക് വല്ലാണ്ട് ഇഷ്ടമാണെന്ന് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തുമ്മല്ലേ അല്ലേ? തുടങ്ങാല്ലേ? നല്ല തുമ്മുന്നത് നല്ലതാണ്. അല്ലാഹു തആല ഖൈർ നൽകട്ടെ. ദുആന്റെ സദസ്സിൽ തുമ്മിയാൽ അത് നല്ലത്. അതുകൊണ്ട് നീ ദിക്ർ ചൊല്ലുന്നവനാകണം. കോഴിയെ പോലെ ആകണം. രാവിലെ ദിക്ർ ചൊല്ലുകയാണ് കോഴി കൂകുന്നത് മലക്കിനെ കാണുമ്പോഴാണ്. രാവിലെ കോഴി കൂകിയാൽ അല്ലാഹുവിനോട് റഹ്മത്ത് ചോദിക്കണം. റഹ്മത്തിന്റെ മലക്ക് നിന്റെ ദുആ ആമീൻ പറയുന്നുണ്ട്. രാവിലെയോ അല്ലാത്തപ്പോഴോ നായ കുരക്കുന്നത് കണ്ടാൽ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം. കാരണം നായ കുരക്കുന്നത് ശൈത്താനിനെ കണ്ടത് കൊണ്ടാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നായനെ കണ്ടാൽ കല്ലെറിയണോ? എന്താ ചെയ്യണം? നായനെ കണ്ടെങ്കിൽ പഠിച്ചോന്ന് കണ്ണു മറിച്ച് എന്നെ പേടിപ്പിക്കുന്നുണ്ട്. നായനെ കണ്ടൊക്കെ എന്താക്കണം? എന്ന് വെച്ചാ എന്താക്കണം? അപ്പൊ നിർത്താ. നിങ്ങളെ ലെവലല്ലേ തപ്പിനി അല്ല കെട്ടായ നായനെ കണ്ടെങ്കിൽ കല്ലെറിയണമെന്നാ? അള്ളാഹുടെ കാവൽ ചോദിക്കണമെന്നാ? അല്ല. നായനെ കണ്ട കാര്യം അള്ളാഹുടെ കാവൽ ചോദിക്കണമെന്ന് പറഞ്ഞാ നായി കുരക്കുന്ന രാവിലെ സമയത്തോ മറ്റോ നായയുടെ കുര കേട്ടാൽ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം. കാരണോ ശൈത്താനെ കാണുമ്പോഴാണ് നായ കുരക്കുക. ഇനി നാളെ ബട്ടർ പേർക്ക് പരിച്ചിട്ടാകുമ്പോ നിങ്ങൾ നോക്കണ്ട, ശൈത്താനുണ്ട്. അത് നിങ്ങൾ ആയിട്ടുണ്ടാവില്ല അല്ലേ? മനുഷ്യനെ കണ്ടാ രാവിലെ മനുഷ്യനുണ്ടാവില്ലല്ലോ കാണാൻ. സുബൈന്റെ നേരത്തിലെ മനുഷ്യന്മാരുണ്ടാവോ? ആ സമയത്തൊക്കെ ഈ ബാങ്ക് കൊടുക്കുമ്പോ കുരക്കുതാണ്ടില്ല. ശൈത്താൻ ഓടുന്നത് കണ്ടുകൊണ്ടാണ് കുരക്കുന്നത്. നായയുടെ കുര കേട്ടാൽ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം. കോഴി കൂകുന്നത്
ഒരു വീട്ടിൽ കോഴി ഉണ്ടാകൽ ബറക്കത്താണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. കോഴി വീട്ടിൽ നല്ല റസൂലുള്ളാഹിക്ക് നല്ല പൂങ്കോഴി ഉണ്ടായിരുന്ന, ചുവന്നതോ വെളുത്തതോ ആയ പൂങ്കോഴി നല്ലതാണ്. നബി തങ്ങൾക്ക് ചുവന്ന പൂങ്കോഴി ഉണ്ടായി. നബി തങ്ങളുടെ വീട്ടില് ചുവന്ന പൂങ്കോഴി നല്ലതാണ്. വീട്ടില് ഈ കണ്ണേറൊക്കെ തടുക്കാൻ പൂങ്കോഴി നല്ലതാണ്. കണ്ണേറുകൾ തടുക്കാൻ നല്ലതാണ് പൂങ്കോഴി. പ്രാവ് പാരിവള നല്ല അല്ലെ പ്രാവ്. ഈ പ്രാവും കണ്ണേറ് തടുക്കാൻ നല്ലതാണ്. ഏറ്റവും ബുദ്ധിയുള്ള ജീവിയാണ് പ്രാവ്. ഏറ്റവും നന്ദിയുള്ള ജീവിയാണ് നായ. ധാരാളം ദിക്റിലുള്ള ജീവി ഏതാണ്? നല്ലോണം ദിക്റുള്ള ജീവി ഏത്? ഏത് നല്ലോണം ദിക്റിലുള്ള ജീവി ഏത്?